നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന ഒരു കിഡിലൻ ഓഫർ കിട്ടുന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസമാണ് ആപ്പിളിന്റെ 40 സീരീസ് ലോഞ്ച് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോസ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ നിങ്ങൾ ആപ്പിൾ 14 വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ വളരെ വിലക്കുറവിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ട്രിക്കിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇതുപോലെ ട്രിക്കൊന്നുമല്ല, ആപ്പിൾ തന്നെ ഇറക്കിയിരിക്കുന്ന ഒരു ഓഫറാണ്. ഒരു കിടക്കാച്ചി ഓഫറാണോ അതോ വെറും തട്ടിപ്പ് ഓഫറാണോ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കിടിലം പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താറുണ്ട്. CC എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ലയറ എന്ന് പറയുന്ന ഒരു ടോട്ടലി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന കിഡിലൻ ഹെഡ്സെറ്റാണ് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ബോക്സിൽ നമുക്ക് എന്തൊക്കെയോ ചൈനീസിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഹെഡ്സെറ്റ്, അതുപോലെ തന്നെ ഇയർ പീസുകൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, അതുപോലെ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെയാണ്. ടോട്ടലി ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയ രീതിയിലാണ് വരുന്നത്. നമുക്ക് ഉള്ളിലെ എല്ലാ കാര്യങ്ങളും കാണാവുന്ന രീതിക്കാണ് വരുന്നത്. വയർഡായിട്ടുള്ളൊരു ഹെഡ്സെറ്റ് തന്നെയാണ്. വയറിൽ പോലും നമുക്ക് ഉള്ളിലെ കാര്യങ്ങളെല്ലാം കാണാൻ ഈ ഒരു ഹെഡ്സെറ്റിൽ സാധിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായൊരു ഡിസൈനാണ്. ഞാൻ സൗണ്ട് കാര്യങ്ങൾ നോക്കിയപ്പോഴും വളരെ നല്ലൊരു ക്വാളിറ്റിയുള്ള സൗണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഹെഡ്സെറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ, ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് അടിക്കുക, ഒരു കമൻറ്റ് അടിക്കുക. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾ ഇടുക. 100 ആൾക്കാരെങ്കിലും കാണുവാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരുവാണെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങൾ സ്റ്റാറ്റസ് കാര്യങ്ങൾ ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് അയച്ചു തരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് iPhone 14 വാങ്ങുമ്പോൾ ആപ്പിൾ നൽകുന്ന ഒരു ഓഫറിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വമ്പൻ ഓഫറാണ് നമുക്ക് തന്നെ തോന്നും. HDFC ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏകദേശം 6000 രൂപ വരെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിളിൻ്റെ 40 ഫോണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 128 GB വെർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 79,000 രൂപയ്ക്കാണ്. അതിൽ നിന്ന് ഏകദേശം ഒരു 6000 രൂപ കിഴിവാണ് നൽകുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ആപ്പിളിൻ്റെ ഏതെങ്കിലും പഴയ ഫോണുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 58,730 രൂപ വരെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. 29,000 രൂപയുടെ ഫോണിൽ നിന്ന് ഓൾറെഡി നമ്മുടെ കയ്യിൽ HDFC കാർഡ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് 6000 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നു. പിന്നെ ഒരു iPhone നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏകദേശം 58,730 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടുന്നു. അപ്പോൾ നമുക്ക് iPhone 14 വളരെ കുറച്ച് വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഓഫർ കേൾക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര വലിയൊരു ഓഫറായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഞാനും ആദ്യം കേട്ടപ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നി. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഓഫറിനുള്ളിൽ വലിയൊരു തട്ടിപ്പ് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ iPhone 14 നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്താണ്, ആരും മേടിക്കരുത്. അതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് iPhoneന്റെ 30 സീരീസിലുള്ള ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങുക എന്നുള്ളതാണ്. അതായത് iPhone 13 കമ്പയർ ചെയ്യുമ്പോൾ ഈ iPhone 14 വരുമ്പോൾ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ക്യാമറയിലൊക്കെ വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രോയിലോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് iPhone 14 കാര്യത്തിലോട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. iPhone 14 ആണ് ആപ്പിൾ ഈ ഒരു ഓഫർ കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് നൽകാനായിട്ട് ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ആപ്പിൾ 14 വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഓഫർ നൽകുന്നത്. HDFC കാർഡിന്റെ ഓഫർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6000 രൂപ കിട്ടും. ആപ്പിളിന്റെ ഏതെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്ന ആളാണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ആപ്പിളിന്റെ 11 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഏകദേശം 22,000 രൂപയാണ് ഈ 14 വാങ്ങുമ്പോൾ വില കുറച്ച് കിട്ടുന്നത്. ആപ്പിളിന്റെ 11 നമുക്ക് ഒരിടത്തും 22,000 രൂപയ്ക്ക് കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങണമെങ്കിൽ പോലും ഏകദേശം 30,000 രൂപ അല്ലെങ്കിൽ 35,000 രൂപ നമ്മൾ ആപ്പിളിന്റെ ഒരു 11 കൊടുക്കേണ്ടി വരും. അപ്പം ഈ ഒരു സ്ഥാനത്ത് നമ്മൾ ഈ ഒരു ഫോൺ വർക്കിംഗ് കണ്ടീഷനുള്ള ഫോൺ ആപ്പിളിന് കൊടുത്താലാണ് ആപ്പിൾ നമുക്ക് ഏകദേശം 22,000 സംതിങ് രൂപ നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു തട്ടിപ്പ് ഓഫറാണ്. ആപ്പിളിന്റെ 14 കുറച്ചുകൂടി ബൂസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആപ്പിൾ ഇറക്കിയതിന് തട്ടിപ്പ് ഓഫറായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓഫർ ഒരു തട്ടിപ്പാണോ അതോ നല്ലൊരു ഓഫറാണോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു 30 Pro Max ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 58,730 രൂപ ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. അതായത് 79,000 ഫോണിൽ ഓൾറെഡി HDFC കാർഡിന് 6000 കിട്ടും. അതിൽ നിന്ന് ഏകദേശം ഒരു 58,000 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് നിങ്ങൾക്ക് ആപ്പിളിൻ്റെ 14 വാങ്ങാൻ സാധിക്കുന്നതാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു 30 Pro Max യൂസർ ഒരിക്കലും പോയിട്ട് iPhone 14 എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പ് ഓഫറായിട്ടാണ് എനിക്ക് ടോട്ടലി മനസ്സിലായത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് ആപ്പിളിൻ്റെ ഏതെങ്കിലും പഴയ ഡിവൈസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് വളരെ വലിയ വിലക്കുറവിൽ നിങ്ങൾക്ക് iPhone വാങ്ങാൻ സാധിക്കുന്നതാണ്. എല്ലാ iPhone മോഡലുകൾക്കും അതുപോലെ ആൻഡ്രോയിഡ് ഫോണുകൾക്കും ഈ ഒരു ഓഫർ, അതായത് എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളുണ്ട്. ഞാൻ അവരുടെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം വർക്കിംഗ് ആയ ഫോണിന് മാത്രമാണ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ചെറിയ വീഡിയോ ഉപകാരപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഈ ഓഫർ വെറും തട്ടിപ്പാണോ അതോ നല്ലൊരു ഓഫറാണോ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെറും തട്ടിപ്പ് ഓഫർ മാത്രമായിട്ട് എനിക്കാണ് തോന്നിയത്. എനിവേ നാളെ മറ്റൊരു കിട്ടുന്ന വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ ബൈ ഗൈസ്.